ഹലോ. അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടി എന്താണെന്നല്ലേ? ഇന്ന് പയറ് പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ, വേറൊന്നുമല്ല. പിന്നെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുറച്ചൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇന്ന് പയറ് പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. സമയം 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കാലാവസ്ഥ നോക്കിയാൽ ഭയങ്കര മൂടലുമൊക്കെയാണ്. നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മല കാണാൻ പറ്റും. ഈ മല നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര കയറ്റമാണ്. ഇപ്പം ഈ മരമൊക്കെ വെട്ടിയോണ്ട് ജസ്റ്റ് നമുക്കത് കാണാൻ പറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പയറ് നട്ടാക്കുന്ന ഇവിടെയാണ് കേട്ടോ, വഴിയിലായിട്ടാണ്. നമ്മളെ അകത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് അമ്മയുടെ ഒരു ഐഡിയയ്ക്ക് ഇത് ചെയ്തു വെച്ചതാണ്. പക്ഷേ സംഭവം എന്തായാലും സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെയും പിന്നെ വഴിയുടെ സൈഡിലായിട്ടുമൊക്കെയാണ് നമ്മളുടെ ഈ പയറ് നട്ടാക്കുന്നത്. അപ്പോൾ ഇത് എന്നെ കാത്ത എല്ലാ ആൾക്കാരും വന്ന് കിടപ്പുണ്ട്. 11 മണി ആയിട്ടുണ്ടായിരുന്ന സമയം. നമുക്ക് ഉച്ചക്കത്തേക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ പയറ് പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വലിയ കൊട്ടയൊക്കെയായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പയറ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് പറിക്കുന്നത്. അമ്മയൊക്കെ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പറിക്കുന്നത് കേട്ടോ. ഇത് പറിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖമാണ്. കാരണം നമ്മുടെ കൈക്കും ഒരു റിലാക്സേഷൻ, മൈൻഡിനൊരു റിലാക്സേഷൻ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് കിട്ടുമ്പോൾ എന്താണെന്നറിയാത്ത ഭയങ്കര സന്തോഷമാണ്. ഇതാണ്ട് എൻ്റെ ആദ്യത്തെ ഞാൻ ഈ പയർ ചെടിയിൽ നിന്ന് ആദ്യത്തെ ഒരു പയർ പറിച്ചേക്കുകയാണ്. എന്തായാലും ഞാൻ കൊട്ടയ്ക്കകത്തിട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി പയറൊക്കെ കണ്ടുപിടിക്കണം ഭയങ്കര പാടാണ്. കാരണം ഈ ഭയങ്കരമായിട്ട് അമ്മ ഈ ആടിൻ്റെ ചപ്പും ചവറൊക്കെ ആയിട്ടുള്ള ഈ കമ്പും കയറ്റി വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സെറ്റാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ പയർ കിടക്കുമ്പോൾ ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാനൊക്കെ. ഞാൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഹുസൂർ ബീൻസാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര നീട്ടം വെക്കുന്ന ഒരു ബീൻസാണ്. ഭയങ്കര ഒടുക്കത്തെ ടേസ്റ്റുമാണ്. ഇതിനിടയ്ക്ക് പലതരം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പലതരം പച്ചക്കറികൾ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കാട്ടുപാവൽ എന്ന് പറയുന്നത്. കാട്ടുപാവലിൻ്റെ പൂവാണിത്. കാട്ടുപാവയ്ക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അത് നല്ല വഴിയേ നമുക്ക് കാണാം. ഇതുകൊണ്ട് ഇതിൻ്റെ മണ്ടയിലാണ് കിടക്കുന്നത് മുഴുവനായിട്ട്. എനിക്കെത്തത്തില്ല, ഇതുകൊണ്ട് ഇത്രേ എത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് വരെ ഉണ്ട് നമ്മുടെ പയറെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഇത്ര എത്തുള്ളൂ. ഇനി കസേര ഇട്ട് നമുക്ക് പറിക്കാം. ഇപ്പോൾ ഭയങ്കര മഴ വന്നു. ഇനിയിപ്പോൾ കസേരയിട്ട് പറിക്കാൻ നടക്കുമോയെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് പരിശ്രമിച്ച് സംഭവം എന്തായാലും മനസ്സിലായല്ലോ. എനിക്കെന്തായാലും പൊക്കം ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തായാലും കസേര ഇട്ട് ഇനി പറിക്കാമെന്ന് വിചാരിച്ചു. പൊക്കം ഉള്ളവർക്ക് പോലും അതെത്തും തോന്നുന്നില്ല. അതുപോലെ ഭയങ്കര ഉയരത്തിലാണ് ആ ഒരു ഹുസൂർ ബീൻസ് പോയിരിക്കുന്നത്. നമ്മുടെ പയറൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിടക്കുവാണ്. അതിന് എങ്ങനെ തപ്പിപ്പിടിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഇതുകൊണ്ട് വളഞ്ഞും പൊളഞ്ഞും ഒക്കെയാണ് നമ്മുടെ പയർ നിൽക്കുന്നത്. വാ, അയ്യോ, അടിപൊളി. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ എങ്ങനെ കാണാനാണ്? നിങ്ങൾ തന്നെ പറയും. ഇതുണ്ടോ ഈ പയർ നോക്കൂ. ഇതുണ്ടോ, പാമ്പിനെ പോലെ ഇല്ലേ? കറക്റ്റ് പാമ്പ് തന്നെ. വേണ്ടേ, കറക്റ്റ് പാമ്പ്, കൊത്തുന്ന പാമ്പ് കണ്ടോ, വളഞ്ഞ് നിൽക്ക്. ഇത് കൊത്തുന്ന പോലെയല്ലേ ഇത് ഇരിക്കുന്നത്. നമ്മുടെ ഈ പയറിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന പയറുകൾ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതുണ്ട് പാവയ്ക്ക. ഇതൊക്കെയാണ് നമുക്ക് അമ്മ നട്ടു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇത് ചെറിയ പാവയ്ക്കയാണ്. നല്ല രസമില്ലേ കാണാനൊക്കെ? അടിപൊളിയാണ്. ഇതിൻ്റെ ഔഷധം എന്ന് പറയുമ്പോൾ ഭയങ്കര ഔഷധമായിട്ടുള്ളതാണ്. എനിക്ക് അപ്പുറത്തുനിന്ന് പറിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കിടന്നു. എന്നാലും നമുക്ക് ഇവിടുന്ന് പറിക്കാം. ഇനിയിപ്പം ഇതാ മഴ വന്നു. മഴ വന്നിട്ട് എൻ്റെ ദേഹം മൊത്തം നനഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ ഇച്ചിരി തുള്ളി തുള്ളിയായിട്ടും മഴ വന്നാക്കുന്നത്. അയ്യോ, അതുകൊണ്ട് എനിക്ക് എത്തത്തില്ല ഗൈസ്. ഞാനാണ് ഇവിടെ എത്തി പറിക്കുവാണ്. ഇവിടെ കട്ട കാണാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, മൊത്തം പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് പലതരം ചീരയുണ്ട്. ഇതേ കുട്ടിത്തക്കാളി ഉണ്ട്, അതൊരു ചീരയുണ്ട്. ചീരയും ചക്കയും എല്ലാമുള്ള സ്ഥലമാണ്. പക്ഷേ മാങ്ങ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ചീര ഇഷ്ടം പോലെ കിട്ടി. അടിപൊളി. അതുകൊണ്ടോ, എന്നെക്കാട്ടിലും വലിയ ബീൻസാണ് കണ്ടോ. എൻ്റെ മുഖത്തിനെക്കാട്ടിലും വലിയ ബീൻസാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു കുറച്ച് കറിക്കുള്ളതുണ്ട്. ഇതുണ്ടോ, നമ്മൾ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബന്ധുക്കാർക്ക് തന്നെ 2 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1 കിലോ ബീൻസും 1/2 കിലോ ബീൻസൊക്കെ. അപ്പം നമുക്കിപ്പം ബീൻസിനൊക്കെ തന്നെ നല്ല വിലയാണ്. ഇതുണ്ടോ, എന്നാ നല്ല ബീൻസ്. ഇതിന് ഭയങ്കര രുചിയാണ്. ഇത് കൂടുതലും മെഴുക്ക് പുരട്ടി വെക്കുന്നതിനെക്കാട്ടിലും
അധികമായിട്ട് നമുക്ക് ഇപ്പോൾ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇവിടെ നല്ല കാറ്റും ഇതുണ്ടോ. അയ്യോ, കൈ എത്തിയാണ് പറയുന്നത്. അടിപൊളി. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള പച്ചക്കറികളൊക്കെ പറിക്കുമ്പോൾ എന്താണെന്നറിയില്ലാത്ത ഭയങ്കര സന്തോഷമാണ് നമുക്കുള്ളത്. കണ്ട മനത്ത് കണ്ടോ ചുറ്റിപ്പരുന്ത് പറക്കണത്. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഈ ഏന്തി പറിക്കുന്നതൊക്കെ കണ്ടോ. അയ്യോ, ഇതൊക്കെ നമുക്കേ ഏണി വെച്ച് പറിക്കണ്ടത് ഇതുണ്ടോ വന്ന്. ഇതിനിപ്പം അമ്മ കണ്ട ഓടിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ണ് കാണാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പയർ നിൽക്കുന്നത് കണ്ടോ. എനിക്ക് കണ്ണ് കാണത്തില്ല. ചിലതൊക്കെ നിലത്തേക്ക് വീഴും. അതിന് നമ്മൾ തപ്പി പിറക്കിയെടുക്കണം. കണ്ടോ, നമ്മുടെ ബക്കറ്റ് നിറച്ചത് ഈ പച്ചപ്പയർ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഇത്രയും വലിയ ബക്കറ്റാണ് സംഭവം ഇത്ര വലിയ ബക്കറ്റാണ്. കണ്ടോ, ചെറിയ ബക്കറ്റൊന്നും അല്ല. നിറച്ച് നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പയറൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കടയിൽ എത്രത്തോളം ക്യാഷ് കൊടുത്താലാണ്. അമ്മ എപ്പോഴും പറയും നിൻ്റെ വീഡിയോ പിടിക്കുമെന്ന്. പക്ഷേ എനിക്ക് സമയം കിട്ടണ്ടേ. സമയം കിട്ടിയാലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇവർ പയർ പറിക്കാൻ നേരത്തെ എന്നെ വിളിക്കത്തില്ല. എന്നാലേ വിളിക്കുമ്പോഴല്ലേ നമുക്ക് പോയി ഇതിൻ്റെയൊക്കെ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ നമ്മളൊരു എത്രയോ ട്രിപ്പ് പറിച്ചു കേട്ടോ. എന്നിട്ട് അമ്മ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഇട്ടതാണ് ഇതൊക്കെ. കാലം വലുതായി. ഇപ്പം നമുക്ക് നല്ല വിളവും തരുന്നുണ്ട്. സാധാരണ ഇവിടെ അങ്ങനെ കിട്ടാറില്ല. കാരണം ഇവിടെ കാട്ടുപോത്ത് പോകും, പന്നി ഉണ്ടായിരിക്കും, അതുപോലെ മ്ലാവ് ഉണ്ടായിരിക്കും. ഇല്ലാത്ത സാധനങ്ങളായിട്ടൊന്നുമില്ല. കോഴി, പട്ടി, പൂച്ച എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. നമുക്കതുകൊണ്ടൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇതെങ്ങനെയുണ്ടൊക്കെയോ ഈ ചാണകവെള്ളമൊക്കെ തളിച്ച് ചാണകവെള്ളം തളിക്കാൻ നേരത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് തിന്നത്തില്ല. അപ്പം നിങ്ങൾ കർഷകരൊക്കെയാണ് ട്രൈ ചെയ്യുക. എന്താ, ഞാനിപ്പോൾ മുടി അഴിച്ചിട്ടതാണ്. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി മുടി അഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പ്രാന്തി ആയിട്ടിരിക്കുന്നു. പക്ഷെ ഞാനത് നേരെ താഴെ കെട്ടി വെച്ചേക്കുവാണ് ഇപ്പോൾ. അങ്ങനെ ഇത് നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഞാനിത് ചെരിച്ചരച്ചരച്ചേക്കുന്നത് നല്ല കനമുണ്ട്. നമുക്ക് സാധാരണ ഇടുക്കിയിലൊന്നും ഇങ്ങനെ കിട്ടാത്തതാണ്. എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് കിട്ടിയിരിക്കുന്നുണ്ടോ. ഓരോ സ്ഥലത്തേക്ക് ചെരിച്ച് വെച്ചിട്ടും നിറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നു. ഇനി നമുക്ക് മണ്ടത്തെ ബീൻസ് പറിക്കാം. അതിന് ഞാൻ പോയി കസാര എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് പറിക്കാൻ നടക്കുകയുള്ളൂ. ഓരോന്നായിട്ട് എൻ്റെ കൊട്ടയിൽ നിന്ന് പൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇനി പോകാൻ തുടങ്ങുവാണ്. ഇനി മണ്ടത്തെ പയർ പറിക്കുന്നില്ല. നമുക്ക് പിന്നെ എങ്ങാനും വന്ന് പറിക്കലേ നടക്കുകയുള്ളൂ. കാരണം വീണ്ടും ഇപ്പം മഴ വരാൻ പോകുന്നു. എനിക്ക് ക്ലാസ് ഉണ്ട്. സോ എന്തായാലും നമുക്ക് വീട്ടിൽ പോയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ബൈ ബൈ. ഇനിയിപ്പോൾ ഇത് തിന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.